ഫ്രണ്ട്സ് വെൽക്കം. ഇന്ന് നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. കൂടെ തന്നെ 2 മീഡിയം സൈസായിട്ടുള്ള സവാളയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വേണമെങ്കിൽ ഇഞ്ചിയും നമുക്കൊരു കഷ്ണം ചേർക്കാവുന്നതാണ്. അപ്പോൾ സവാള അത്യാവശ്യം ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഇതിലേക്ക് വേറെ പച്ചക്കറികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ക്യാരറ്റ് തന്നെ ചേർത്താൽ മതി. ഇനിയിപ്പോൾ ക്യാരറ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചേർത്താൽ ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ മസാലപ്പൊടികളൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാം, പിന്നെ മുളക് പൊടി ചേർക്കാം, ഗരം മസാല അല്ലെ ചിക്കൻ മസാല അതൊക്കെ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ പ്ലെയിൻ ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ ക്യാരറ്റ് അത്യാവശ്യം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങയും കൂടി ചേർക്കാം. തേങ്ങ കുറച്ച് കൂട്ടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടും. ഇപ്പോൾ തേങ്ങ ചേർത്തിട്ട് കുറേ സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു സെക്കൻഡൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ തന്നെ മതിയാവും. ഒരുപാട് സമയത്ത് നമ്മൾ വഴറ്റേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. ഇനി ഇതൊന്ന് മാറ്റി വെക്കണം. ഇത് ചെറുതായിട്ടൊന്ന് തണുത്ത് കിട്ടും. ഇനി നമുക്കൊരു മിക്സിഡ് ജാർ എടുക്കാം. ഇതിലേക്ക് 1 കപ്പ് ചോറ് എടുക്കുന്നുണ്ട്. ഏത് ചോറ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ പച്ചരി ചോറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി അതേ അളവിൽ തന്നെ 1 കപ്പ് വറുത്ത അരിപ്പൊടി കൂടി ചേർക്കാം. അപ്പോൾ വറുത്ത അരിപ്പൊടി തന്നെ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഒന്നെങ്കിൽ അരിപ്പൊടി നൈസായിട്ടുള്ള അരിപ്പൊടി എടുക്കാം, അല്ലെങ്കിൽ പുട്ടുപൊടി ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മളിത് പൾസ് ചെയ്ത് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് പൾസ് ചെയ്ത് അടിച്ചെടുക്കുമ്പോൾ നമുക്കിത് നല്ല മണൽ പരുവത്തിൽ കിട്ടും. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നല്ലൊരു മണൽ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പുട്ടുപൊടിയുടെയൊക്കെ ആ ഒരു ടെക്സ്ചറിലാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ എടുക്കുന്ന ചോറിന് കുറച്ചും കൂടി ഈർപ്പം കൂടുതലാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു 1/2 കപ്പ് അരിപ്പൊടി എക്സ്ട്രാ ചേർക്കേണ്ടി വരും. അപ്പോൾ അത് ഓരോ ചോറനുസരിച്ചിരിക്കും, ആ ഒരു നനവനുസരിച്ചിരിക്കും അരിപ്പൊടിയുടെ കണക്ക്. ഇതിപ്പോൾ ഒരു കപ്പ് ചോറും 1 കപ്പ് അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തെടുത്തപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. പൊടിച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടി നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ഈ കൂട്ടിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആ പാത്രത്തിലിട്ട് മിക്സ് ചെയ്തതന്നേ ഉള്ളൂ. നമ്മൾ തീയൊന്നും കത്തിച്ചിട്ടില്ല. തീയൊന്നും കത്തിക്കാതെയാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. അത്യാവശ്യം ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ ഈ പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു സ്റ്റീമറിലേക്ക് ഒന്നെങ്കിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വാഴയില ഉപയോഗിച്ചിട്ടാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അതാകുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതുപോലത്തെ സ്റ്റീമർ ഇല്ലെങ്കിൽ നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിൻ്റെ മുകളിലായിട്ട് ഒരു തുണി കെട്ടി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് വാഴയില വെച്ചിട്ട് ഇതുപോലെ തന്നെ സ്റ്റീം ചെയ്തെടുത്താലും മതി. ഈ പൊടി വെതറി കൊടുക്കാം. നമുക്ക് ഒന്നുപോലെ ഇട്ട് കൊടുക്കരുത്, നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നാലേ ശരിക്കും ഇത് വെന്ത് കിട്ടുള്ളൂ. കുന്നുപോലെ നമ്മൾ ഇട്ട് കൊടുത്താൽ ശരിക്കും വേവാതെ പോലെ ഇരിക്കും. അപ്പോൾ നന്നായിട്ട് ലെവൽ ചെയ്തിട്ട് നിരത്തി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ആവിയിൽ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കാം. അതിന് ശേഷം ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക. അതിന് ശേഷം തുറന്നാൽ മതി. അപ്പോഴേക്കും നന്നായിട്ട് തന്നെ അത് വെന്ത് കിട്ടും. അപ്പോൾ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് ഓഫ് ചെയ്ത് അങ്ങനെ തന്നെ ഇടാം, പിന്നീട് എടുത്താൽ മതി. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 5 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇത് അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നമുക്കിത് ഇങ്ങനെ തന്നെ കഴിക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങയും കൂടി വെതറി നമുക്ക് കഴിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് കുറച്ച് തേങ്ങയും ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ മിക്സും കൂടി ഇട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താലും മതി. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മസാലയൊക്കെ ചേർത്ത് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.